നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണമോ എന്ന കാര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്നത് KPCC അധ്യക്ഷനായിരുന്നതിനാലാണെന്നും മുല്ലപ്പള്ളി. ചെണ്ടയാട് കിഴക്കുവയലിൽ തെരുവുനായ അക്രമത്തിൽ 2 പേർക്ക് പരിക്ക്. പ്രദേശത്ത് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൂർ കാൽടെക്സിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി കാറിന് മുകളിൽ വീണ് ചില്ലുപൊട്ടി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13, 14 തീയതികളിൽ കൂത്തുപറമ്പിൽ. സമ്മേളനത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണമോ എന്നുള്ള കാര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്നത് KPCC അധ്യക്ഷനായിരുന്നതിനാലാണെന്നും നിലവിൽ അത്തരം സാഹചര്യങ്ങളില്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന കാര്യം മുന്നേ നേതൃത്വത്തെ അറിയിച്ചതാണ്. തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർക്കും പരിഗണന നൽകണം. തന്റെ കാലത്ത് 46 സീറ്റുകൾ സ്ത്രീകൾക്കും യുവാക്കൾക്കും നൽകി. തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പാർട്ടി ഒരിക്കലും തടസ്സം നിന്നിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിൽ സീനിയർ നേതാക്കളും മത്സരിക്കണമെന്നാണ് തന്റെ അഭിപ്രായമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഞാനിപ്പോൾ എനിക്ക് മത്സരിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും എൻ്റെ പാർട്ടി, ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്ന കാലം തൊട്ട് ഇന്ന് വരെ ഒരു ഘട്ടങ്ങളിലും എനിക്ക് സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചായിട്ട് ഒരു ഇലക്ഷനും കടന്നു പോയിട്ടില്ല. കഴിഞ്ഞ തവണ ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കില്ല എന്ന കാര്യം നിങ്ങൾക്കെല്ലാം തന്നെ അറിയാം, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാണ്. അതുപോലെ അസംബ്ലിയിലേക്കൊന്നും പറഞ്ഞു 140 നിയോജകമണ്ഡലത്തിനും എനിക്ക് ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ മത്സരരംഗത്തില്ല എന്ന കാര്യം ഞാൻ പറഞ്ഞാണ്. അപ്പോൾ മത്സരിക്കാനൊന്നും എനിക്കൊരു കാലത്തും പ്രയാസം ഉണ്ടായിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഞാൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും എന്നെ സ്വാഗതം ചെയ്യുമെന്ന വിശ്വാസം എനിക്കുണ്ട്. അതല്ല പ്രശ്നം, എൻ്റെ തീരുമാനമാണ് ഏറ്റവും പ്രധാനം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഇതുവരെ ശരിയായ രീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റത്തൂരിലേത് പ്രാദേശിക വിഷയമാണെന്നും മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് CPM ഇതിനെ പെരുപ്പിച്ച് കാണിക്കുകയാണെന്നും മുല്ലപ്പള്ളി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആ സ്വർണ്ണപ്പാളി കേസ് അന്വേഷണം ഇത്രത്തോളം എത്തിയതിന് ഞാൻ കേരള ഹൈക്കോടതിയോടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസ് അന്വേഷിക്കില്ലായിരുന്നു. ശ്രീമാൻ പിണറായി വിജയൻ്റെ പോലീസാണ് അന്വേഷിച്ചെങ്കിൽ കേസ് അവിടെ എത്തില്ലായിരുന്നു. ഇപ്പോൾ ചുരുങ്ങിയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ പല നേതാക്കന്മാരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യുക മാത്രമല്ല, ചിലരൊക്കെ തന്നെ ഇരുമ്പഴിക്കുള്ളിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കേരള ഹൈക്കോടതിയോടാണ് നന്ദി പറയേണ്ടത്. ചെണ്ടയാട് കിഴക്കുവയലിൽ തെരുവുനായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. ബുധനാഴ്ചയാണ് സംഭവം. മൊട്ടപ്പറമ്പത്ത് റീച്ച, വെളിച്ചമുള്ള പറമ്പത്ത് ഹൃദ്വിൻ എന്നിവർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ചെണ്ടയാട് കിഴക്കുവയലിൽ തെരുവുനായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ കിഴക്കുവയലിൽ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന മൊട്ടപ്പറമ്പത്ത് റീച്ച, വെളിച്ചമുള്ള പറമ്പത്ത് ഹൃദ്വിൻ എന്നിവർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇരുവരെയും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലശ്ശേരി കണ്ടിക്കലിൽ നിർമ്മാണത്തിലിരിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് സമീപത്തെ തണ്ണീർത്തടം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. ഡിവൈഎഫ്ഐ തിരുവങ്ങാട് ഈസ്റ്റ് മേഖലാ കമ്മിറ്റി കൊടി നാട്ടി പ്രതിഷേധിച്ചു. സമീപത്തെ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന കടയുടെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയാണ് തണ്ണീർത്തടത്തിൽ തള്ളുന്നത്. ഇതിനുശേഷം മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത്. ദിവസങ്ങളോളം എടുത്ത് തണ്ണീർത്തടത്തിന്റെ ഒരു ഭാഗം മണ്ണിട്ട് കഴിഞ്ഞു. സംഭവത്തിൽ ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിക്കും RDOക്കും പരാതി നൽകിയിട്ടുണ്ട്. ഗുജറിയുടെ പ്രവർത്തനത്തിന്റെ മറവിലാണ് തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്നതെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആരോപണം. സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന കണ്ടൽ ചെടികളാണ് മണ്ണിട്ട് നികത്തുന്നതെന്ന് ഡിവൈഎഫ്ഐ തലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് PV സച്ചിൻ പറഞ്ഞു. കണ്ടിക്കൽ പ്രദേശത്ത്
അനധികൃതമായി സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് തണ്ണീർത്തടം മണ്ണിട്ട് നികത്തുന്ന ഒരു പ്രവർത്തനം നടന്നു വരികയാണ്. ദിവസങ്ങളോളം എടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം ഈ രീതിയിൽ നടത്തുന്നതിന് വേണ്ടി ആ വ്യക്തി തയ്യാറായിട്ടുള്ളത്. നമ്മൾ ഈ കടന്നു വരുന്ന വഴിയോട് ചേർന്ന് ഒരു ഗുജറി പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ 1-2 ആഴ്ച മുന്നെയാണ് കണ്ടിക്കൽ സിറ്റി പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ആക്രിശേഖരണ യൂണിറ്റ് അതിഭീകരമായി തീ കത്തി നശിക്കുന്ന നിലയിലേക്ക് വന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്ത് മറ്റൊരു ഗുജറി കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ മറവിൽ, അതിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്ത് അതിൻ്റെ സാധനങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചു വെക്കുന്ന മറവിലാണ് ഈ അനധികൃതമായ തണ്ണീർത്തടം നികത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോടിയേരി, തിരുവങ്ങാട്, മഞ്ഞോടി പ്രദേശത്തെ വെള്ളം ഒഴുകിപ്പോകുന്ന തോട്, കൈവഴിയായിട്ടുള്ള തോട് ഈ തണ്ണീർത്തടത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ്. മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴവെള്ളം സംഭരിച്ചു നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ തണ്ണീർത്തടം നികത്തിയ കണ്ടിക്കൽ പ്രദേശം എന്ന് പറയുന്ന ഈ സ്ഥലം. ആദ്യമായി അവർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ തണ്ണീർത്തടത്തിൽ കൊണ്ടുപോയി ഇടുകയും അതിന് മുകളിൽ പിന്നീട് രാത്രിയും അതോടൊപ്പം തന്നെ മറ്റു സമയങ്ങളിലും ആൾശ്രദ്ധയില്ലാത്ത സമയങ്ങളിലും മണ്ണ് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് ഡിവൈഎഫ്ഐ തടയുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ, തിരുവങ്ങാട് ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ കൊടി നാട്ടുകയാണ്. ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടേക്ക് വരികയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇതിനോടകം തന്നെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. കേരള നിയമസഭാ സ്പീക്കർക്ക് ഞങ്ങൾ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. വനം വകുപ്പിനും RDOയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. മണ്ണൊലിപ്പും വെള്ളപ്പൊക്കവും തടയാനുള്ള കണ്ടൽ ചെടികളാണ് നശിപ്പിച്ച് മണ്ണിട്ട് നികത്തുന്നത്. തണ്ണീർത്തടം അതേപോലെ നിലനിർത്തണമെന്ന ഹൈക്കോടതിയുടെ വിധിയുടെ ലംഘനമാണ് നടക്കുന്നതെന്നും സച്ചിൻ കുറ്റപ്പെടുത്തി. ഡിവൈഎഫ്ഐ തിരുവങ്ങാട് ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് KP ഷിബിൻ, സെക്രട്ടറി സന്ദേശ് പ്രദീപ്, അംഗങ്ങളായ ഷാരോൺ, സ്നിതിൻ എന്നിവർ നേതൃത്വം നൽകി. കണ്ണൂർ കാൽടെക്സിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി കാറിന് മുകളിൽ വീണ് ചില്ലുപൊട്ടി. കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് പാളി അടർന്നു വീണത്. ആർക്കും പരിക്കില്ല. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് പാളി അടർന്നു വീണത്. ആർക്കും പരിക്കില്ല. സമീപത്ത് ക്ലിനിക്ക് നടത്തുന്ന ദന്ത ഡോക്ടർ ശ്രീലേഖ അരുണിന്റെ കാറാണ് തകർന്നത്. കോർപ്പറേഷൻ പൊളിക്കാൻ വെച്ച കെട്ടിടമാണ്. കോടതി സ്റ്റേ കാരണം പൊളിക്കാനായിരുന്നില്ല. നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതുതായി ചുമതലയേറ്റ അധ്യക്ഷന്മാരുമായി സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ചായയും ചർച്ചയും സംവാദ പരിപാടി സംഘടിപ്പിച്ചു. തലശ്ശേരി പാരീസ് പ്രസിഡൻസിയിലാണ് പരിപാടി നടന്നത്. നിയമസഭാ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുതുതായി ചുമതലയേറ്റ അധ്യക്ഷന്മാരുമായി സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ചായയും ചർച്ചയും സംവാദ പരിപാടി സംഘടിപ്പിച്ചു. പാരീസ് പ്രസിഡൻസിയിൽ നടന്ന പരിപാടിയിൽ തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് കാട്ടിത്ത് പ്രകാശൻ, കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുജയ, ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ്, പന്നിന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് S നോയ, ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് അർജുൻ പവിത്രൻ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി നഗരസഭയിലും വിവിധ പഞ്ചായത്തുകളിലും ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങളും അവയുടെ പ്രധാന നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ചർച്ചയിൽ ഉയർന്നു വന്നു. അവിടെ തന്നെ വടക്കുംപാടുള്ള സ്റ്റേഡിയത്തിന്റെ ഫണ്ട് പാസ്സായതാണ്. ആ വടക്കുംപാട് സ്റ്റേഡിയത്തിന്റെ ഫണ്ട് എങ്ങനെ പാസ്സാക്കുക, പ്രവർത്തനം എങ്ങനെ തുടങ്ങാൻ പറ്റും? ഇപ്പോൾ ടെൻഡർ ചെയ്തു, ആദ്യ ടെൻഡർ ആളെടുത്തിട്ടില്ല, പുതിയ ടെൻഡർ കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ബാക്കി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ മുന്നിലെ പ്രോജക്ട്സ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് നമുക്ക് കാര്യങ്ങൾ. വെറുക്കപ്പെട്ടവന്റെ ഗവൺമെന്റായി പിണറായി വിജയന്റെ സർക്കാർ മാറിയിരിക്കുകയാണെന്ന് KPCC ട്രഷറർ VA നാരായണൻ. ഭരണഘടനാപരമായി ഭൂരിപക്ഷം ഉള്ളതിൻ്റെ പേരിൽ ഈ സർക്കാർ അംഗീകാരത്തിൽ തുടരുകയാണ്. ധാർമ്മികതയുടെ പേരിൽ സർക്കാരിന് തുടരാൻ അധികാരമില്ല. സർക്കാർ രാജിവെച്ച് പുറത്തു പോകേണ്ട സമയമായിരിക്കുന്നുവെന്നും VA നാരായണൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വടക്കുംപാട് മടത്തും ഭാഗത്ത് കോൺഗ്രസ് ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാപരമായി ഭൂരിപക്ഷമുള്ളതിൻ്റെ പേരിൽ ഈ സർക്കാർ അധികാരത്തിൽ തുടരുകയാണ്. ധാർമ്മികതയുടെ പേരിൽ സർക്കാരിന് തുടരാൻ അധികാരമില്ല. സർക്കാർ രാജിവെച്ച് പുറത്തു പോകേണ്ട സമയമായിരിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു. 562 പഞ്ചായത്തുകളിൽ ചരിത്രത്തിലാദ്യമായി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിച്ചു. 2010 532 562 പഞ്ചായത്തുകൾ വിജയിപ്പിക്കാൻ സാധിച്ചു. ജനങ്ങൾ അത്രമാത്രം ഈ ഗവൺമെന്റിനെ വെറുക്കപ്പെട്ടിരിക്കുന്നു.
വെറുക്കപ്പെട്ടവരുടെ ഒരു ഗവൺമെന്റായി ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇന്ന് മാറിയിരിക്കുന്നു. കേരളത്തിൽ ഇത്രമാത്രം ജനങ്ങൾ ഒരു സാങ്കേതികത്വത്തിന്റെ പേരിൽ ഭൂരിപക്ഷത്തിൽ ഉള്ളത് കൊണ്ട് മാത്രം അധികാരത്തിൽ തുടരുന്ന ഗവൺമെന്റ്, ഭരണഘടനാപരമായി ഈ ഗവൺമെന്റിന് ധാർമ്മികതയുടെ പേരിൽ ഈ ഗവൺമെന്റ് തുടരാൻ അധികാരമില്ല. ഭരണഘടനാപരമായി ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ തുടരുന്നു. ധാർമ്മികതയുടെ പേരിൽ ഈ ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകേണ്ട സാഹചര്യമായിരുന്നു ഇന്നുണ്ടായിരുന്നു. ഈ ജനവിധി കണ്ടില്ലെന്ന് നടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലുടനീളം ഈ മണത്തും ഭാഗത്ത് മാത്രമല്ല, ഇന്നലെ കരിവള്ളൂരിലെ കോൺഗ്രസ് ഓഫീസ് തകർക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മമ്പറത്ത് ഒരു റിട്ടയർഡ് അധ്യാപകന് അദ്ദേഹം ബൂത്ത് ഏജന്റായി പോയി, ഒരു സഹോദരിയുടെ ബൂത്ത് ഏജന്റായി പോയി എന്നതിന്റെ പേരിൽ ആ റിട്ടയർഡ് അധ്യാപകൻ നടത്തുന്ന കമ്പ്യൂട്ടർ സ്ഥാപനം പട്ടാപ്പകൽ പുറത്തുനിന്ന് ഗുണ്ടകളെ, ക്രിമിനലുകളെ ഇറക്കി ആ സ്ഥാപനം അടിച്ച് തകർത്തു. അദ്ദേഹവും ആ സ്ഥാനാർത്ഥിയും ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു. എരഞ്ഞോളി മണ്ഡലം പ്രസിഡന്റ് കെ.പി. മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സജീവ് മാറോളി, എം.പി. അരവിന്ദാക്ഷൻ, വി. രാധാകൃഷ്ണൻ മാസ്റ്റർ, എം.പി. അസൈനാർ, അഡ്വക്കേറ്റ് സി.ടി. സജിത്ത്, വി.സി. പ്രസാദ്, സുശീൽ ചന്ദ്രോത്ത്, ഉച്ചുമൽ ശശി, ജതീന്ദ്രൻ കുന്നോത്ത്, കെ.പി. രാഘിണി, പി.കെ. സോന, എ.ആർ. ചിന്മയ്, എം. രഗീഷ് എന്നിവർ സംസാരിച്ചു. കെ. രമേശൻ മാസ്റ്റർ സ്വാഗതവും അഡ്വക്കേറ്റ് വീണ വിശ്വനാഥ് നന്ദിയും പറഞ്ഞു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13-14 തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13-14 തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കും. സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് വോൾഗ മിനി ഓഡിറ്റോറിയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ വി. ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ആ സമ്മേളനത്തെ മികവുറ്റതാക്കി മാറ്റി തീർക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ വിഭാഗം വരുന്ന മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമ്മേളനം മഹാവിജയമാക്കി തീർക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ സംഘടന ചെറുകിട സംരംഭകരെയും തൊഴിലാളികളും എല്ലാമായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്തിന് മാതൃകയായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഞാൻ ലോകത്തിന് മാതൃക എന്ന് വിശേഷിപ്പിച്ചത് അത് നേരത്തെ ഇവിടെ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തെ വൻകിട ടെലികോം ഓപ്പറേറ്റേഴ്സ്, മാധ്യമ ഓപ്പറേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് അവരുമായി മത്സരിച്ച് കിടപിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിലവിലെ നമ്മുടെ നാടിൻ്റെ ഒരു പൊതുസ്ഥിതിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇത്തരം സംഘടനകളെ, ഇത്തരം മുന്നേറ്റങ്ങളെയെല്ലാം വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ അത്തരം രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഇവിടെ വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് നയങ്ങളുടെ, ഗവൺമെന്റുകളുടെ നയങ്ങളുടെ പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടന, ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് പി. ശശികുമാർ അധ്യക്ഷനായി. കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് ഫായിസ് അരുൾ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടി എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ സെക്രട്ടറി എം.ആർ. രജീഷ്, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ. സജീവ് കുമാർ, N.K. ദിനേശ്, KCCL ഡയറക്ടർ കെ. പ്രദീപ് കുമാർ, A.V. ശശികുമാർ, P.K. ദേവാനന്ദ്, K. ബിനീഷ് കുമാർ, സണ്ണി സെബാസ്റ്റ്യൻ, മനോജ് കുമാർ താവം, K. രാജേഷ്, വിൽസൺ മാത്യു, വിനയകുമാർ, P. സജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ വി. ഷിജിത്ത് ചെയർമാനായും P.K. ദേവാനന്ദ് ജനറൽ കൺവീനറായും 100 അംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ശിവാംഗി കൾച്ചറൽ സെന്റർ, മാഹി.
മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ കഥക് നൃത്തത്തിന്റെ താളവുമായി ശിവാംഗി കൾച്ചറൽ സെന്റർ പുതുവർഷത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. താളവാദ്യലയത്തോടെ കൈമുദ്രകളാലും ചടുലമായ അംഗവിക്ഷേപങ്ങളാലും ഉയരുന്ന കഥക്കിന്റെ ധ്വനികൾ ഇനി മയ്യഴിയിലും. വിദഗ്ധരായ അധ്യാപകരുടെ ക്ലാസുകൾ. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡാൻസ് സ്റ്റുഡിയോ ശിവാംഗി കൾച്ചറൽ സെന്റർ, BLM ടവർ, ഹോസ്പിറ്റൽ റോഡ്, മാഹി. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. മറ്റു വാർത്തകളിലേക്ക്. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരളം, പാനൂർ BRC എന്നിവയുടെ നേതൃത്വത്തിൽ തുഷാരം ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കുട്ടികൾക്കുള്ള ദ്വിദിന സഹവാസ ക്യാമ്പ് തിരുവാൽ UP സ്കൂളിൽ നടന്നു. പാനൂർ നഗരസഭാ ചെയർപേഴ്സൺ നൌഷത്ത് കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് മറ്റുള്ളവരെ പോലെയാണ് ഞാൻ, മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ടവരാണ്, മറ്റുള്ളവരെ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ എനിക്കുണ്ട് എന്ന തിരിച്ചറിവോട് കൂടിയിട്ട് നിങ്ങളിലെ കഴിവുകളെ പരിപോഷിപ്പിക്കുക, അതിനെ ഉയർത്തിക്കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും പിന്തുണയും ഏത് തരത്തിൽ വേണമോ അതൊക്കെ ഞങ്ങൾ തരും. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ട ഏത് തരത്തിലുള്ള പ്രോത്സാഹനവും പിന്തുണയും അത് ഉറപ്പു നൽകിയാണ് നിങ്ങൾ മക്കൾ ചെയ്യേണ്ടത്. നിങ്ങൾ വീടുകളിൽ അടിച്ചമർത്തപ്പെടാതെ നിങ്ങൾ എന്തോ വഴികളിലായിക്കോട്ടെ, അതൊരു പരിമിതിയല്ല. എന്റെ മക്കൾക്കുള്ള എല്ലാ കഴിവുകളും ആ കഴിവിനെ ഉയർത്തിക്കൊണ്ടുവരിക, അത് നമ്മുടെ ഒരു സമൂഹത്തിൽ അറിയപ്പെടുന്ന മക്കളായിട്ട് മാറുക. ഭാവിയിൽ നിങ്ങളുടെ പേരിലായിരിക്കണം നിങ്ങളുടെ ചുറ്റുപാട് അറിയപ്പെടേണ്ടത്. ആ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകാം.
വാർഡ് അംഗം ഷമീന അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ സി ജസിത, മാനേജ്മെന്റ് പ്രതിനിധി പി കെ ഷാഹുൽ ഹമീദ്, കെ പി അസീസ്, ഒ പി റഫീഖ്, സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു, HFR സെക്രട്ടറി നജീബ്, അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി പി പി സുധീർ എന്നിവർ സംസാരിച്ചു. BRC ട്രെയിനർ നിഷാറാണി സ്വാഗതവും BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ KV റോജ നന്ദിയും പറഞ്ഞു. വള്ളിയായി യൂത്ത് ഹോബി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 50ാം വാർഷികാഘോഷം സമാപിച്ചു. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ ഉദ്ഘാടനം ചെയ്തു. മൊകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ, ചെറുപ്പക്കാർ, സ്ത്രീകൾ തുടങ്ങിയവർ പങ്കെടുത്തുകൊണ്ടുള്ള വിവിധങ്ങളായ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സംഘർഷപൂരിതമായ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനെ ശാന്തത കൈവരിക്കാനും മനസ്സന്തോഷം നൽകുവാനും നമ്മൾ ഇത്തരം പരിപാടികളെ ഏറെ സ്വാഗതം ചെയ്യുന്നവരാണ്. കലാപരമായി ഏറെ കഴിവുള്ള ഒരു പ്രദേശമാണ് വള്ളിയായി. ഞാൻ ജനിച്ചു വളർന്ന ഈ പ്രദേശം എന്ന രീതിയിൽ ആദ്യമായി കിട്ടിയ ഒരു പൊതുപരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ ഏറെ അഭിമാനവും സന്തോഷവും എനിക്കുണ്ട്. ടി ശശി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്ഥാപക പ്രസിഡന്റ് മുകുന്ദൻ വള്ളിയായെയും സെക്രട്ടറി KV നാണു, വിജയൻ മൊട്ടേമൽ, PK ദാസൻ തുടങ്ങിയവരെയും വിരമിച്ച സൈനികരെയും ആദരിച്ചു. പ്രശസ്ത വാഗ്മി സന്തോഷ് ഇല്ലോളിൽ പുതുതലമുറയെക്കുറിച്ചും സോഷ്യൽ മീഡിയ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും സംസാരിച്ചു. ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്, നവമാധ്യമങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചർച്ച ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ ക്രമം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഞാൻ ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതലും റീൽസ് ഇടുന്നത് ആരെക്കുറിച്ചാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റീലുകളിട്ട് ആഘോഷിക്കുന്നത് ഒരു പുതിയ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ്. അവർ റീൽസ് ഇടുന്നത് ബാബുസ്വാമിയുടെയും നാഗ സൈരന്ദ്രി ദേവിയുടെയും കാര്യങ്ങളൊക്കെയാണ്. അവ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ, കഴിഞ്ഞ ഒരു ആഴ്ചക്ക് മുമ്പ് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഈ നാഗ സംവിധാനം എന്ന് പറയുന്ന ഒരു സ്ത്രീ നമ്മുടെ ഇതിലൊക്കെ വന്നു നിന്നുകൊണ്ട് സമൂഹത്തോട് കൃത്യമായി പുലഭ്യം പറയുന്ന ഒരു സാഹചര്യം ഞാൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. തുടർന്ന് വിവിധ കലാപരിപാടികളും തിരുവനന്തപുരം സാഹിതിയുടെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നാടകവും അരങ്ങേറി. കേരള ആരോഗ്യ സർവകലാശാല നടത്തിയ MD ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ പരീക്ഷയിൽ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാദിയ താഹിർ 1ാം റാങ്ക് കരസ്ഥമാക്കി. അഴിയൂർ രജിസ്ട്രാർ ഓഫീസിന് സമീപം നസീമ മൻസിലിൽ അരിയാപ്പറമ്പത്ത് താഹിറിന്റെയും ഹസീനയുടെയും മകളാണ് ഡോക്ടർ ഹാദിയ. മാഹിയിലെ കാർണിവൽ ഹോംസ് ഉടമ റഫീഖിന്റെ സഹോദര പുത്രി കൂടിയാണ്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
ഓർക്കുന്നു ഞങ്ങൾ. പെണ്ണിൻ മനം പോലെന്നും പൊന്മാംഗല്യം. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. മനേക്കര തട്ടാരത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിന് ഭക്തി നിർഭര സമാപനം. നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ബ്രഹ്മശ്രീ പുല്ലഞ്ചേരി ഇല്ലത്ത് ലക്ഷ്മണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം മേൽശാന്തി കാവുങ്കര ഇല്ലത്ത് ഹരിപ്രകാശ് നമ്പൂതിരി നേതൃത്വം നൽകി. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, ഉച്ചപൂജ, ഉച്ചപ്പാട്ട് എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, പഞ്ചവാദ്യം, കടമേരി ഉണ്ണിമാരാരും സംഘവും അവതരിപ്പിച്ച തായമ്പക, അത്താഴപൂജ, മുല്ലക്കാപ്പാട്ടിന് എഴുന്നള്ളത്ത്, തിരുനൃത്തം, കടപൂജ, കടത്തിലാട്ടം എന്നിവയ്ക്ക് ശേഷം ഉത്സവം സമാപിച്ചു. രക്ഷാധികാരി മാണിക്കോത്ത് മാധവൻ നമ്പ്യാർ, ക്ഷേത്രം പ്രസിഡന്റ് പി വേണുഗോപാലൻ, സെക്രട്ടറി CK ഗംഗാധരൻ, ജോയിന്റ് സെക്രട്ടറി RP ഗംഗാധരൻ, ട്രഷറർ K ഭാസ്കരൻ, ക്ഷേത്രം മാനേജർ
ദിലീപ് കുമാർ, മറ്റു ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. മമ്പറം ശ്രീ എടപ്പാടി കരളരി ഭഗവതി ക്ഷേത്രം തിറമഹോത്സവം സമാപിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഗുളികൻതിറ, ഭൈരവൻതിറ, കരുവാൾ ഭഗവതി തിറ, ശാസ്തപൻതിറ, രക്തചാമുണ്ടിത്തിറ, വിഷ്ണുമൂർത്തി തിറ, ശ്രീപോർക്കലി ഭഗവതി തിറ, ഉച്ചിട്ട ഭഗവതി മേലേരി പ്രവേശനം, തിരുമുറ്റത്ത് വലിയ ഗുരുതി എന്നിവ നടന്നു. കളിയാമ്പള്ളിയോടെ ഉത്സവം സമാപിച്ചു. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം സമാപിച്ചു. ക്ഷേത്രത്തിലെ 41ാം നാഗപ്രതിഷ്ഠാ വാർഷികാഘോഷവും ഇതോടനുബന്ധിച്ച് നടന്നു. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളുപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം സമാപിച്ചു. മണ്ഡലകാലം മുഴുവൻ ആത്മീയ പ്രഭാഷണങ്ങൾ, ഭജന, സങ്കീർത്തനങ്ങൾ, ഭക്തിഗാന നിശകൾ എന്നിവ നടന്നു. അത്താഴ വിരുന്നും ഉണ്ടായി. വൃശ്ചിക മാസത്തിലെ ആയില്യം ആഘോഷം, ധർമ്മശാസ്ത്ര അഷ്ടോത്തര ശതനാമാർച്ചന, വിളക്ക് പൂജ, കുട്ടിച്ചാത്തൻ, നേർച്ചവെള്ളാട്ടം തുടങ്ങിയ പ്രത്യേക വഴിപാടുകളും നടന്നു. ഇതോടൊപ്പം ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ച് ശബരിമലയിലേക്കുള്ള തീർത്ഥയാത്രയും നടത്തി. മണ്ഡല വിളക്കോടെയാണ് മഹോത്സവത്തിന് സമാപനമായത്. ക്ഷേത്രത്തിലെ 41ാം നാഗപ്രതിഷ്ഠാ വാർഷികാഘോഷവും നടന്നു. മധുസൂദനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നൂറും പാലും, സർപ്പബലി തുടങ്ങിയ പ്രത്യേക പൂജകൾ നടന്നത്. നിരവധി ഭക്തർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് പ്രസാദ ഊട്ടും നടന്നു. വർഷങ്ങളായി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതി ക്ഷേത്രം മണ്ഡലകാലം മണ്ഡല മഹോത്സവമായി കൊണ്ടാടുന്നു. ഈ വർഷം നവംബർ 17 മുതൽ ഡിസംബർ 25 വരെ മുഴുവൻ ദിവസങ്ങളും വ്യത്യസ്ത പരിപാടികളോടുകൂടി ഭക്തിഗാനമേള, പ്രഭാഷണം, ഭജന തുടങ്ങി വ്യത്യസ്ത ആത്മീയ കലാപരിപാടികൾ കൊണ്ട് വിഭിന്നമായിരുന്നു മുഴുവൻ ദിവസങ്ങളും. എല്ലാ ദിവസവും രാത്രി അത്താഴമൂട്ടും ഉണ്ടായിരുന്നു. ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ആയിരുന്നു എല്ലാ വിജയത്തിനും കാരണം. ഡിസംബർ 16-ാം തീയതി അയ്യപ്പ സദ്യ ഉണ്ടായിരുന്നു. അന്നായിരുന്നു ക്ഷേത്രത്തിൽ നിന്ന് 50ഓളം സ്വാമിമാർ കെട്ടുനിറച്ച് ശബരിമല തീർത്ഥയാത്ര നടത്തിയത്. ഡിസംബർ 25-ന് മണ്ഡല വിളക്കോടുകൂടി മണ്ഡല മഹോത്സവം സമാപിച്ചു. അതിനുശേഷം ഈ കഴിഞ്ഞ ഡിസംബർ 30-ന് നാഗപ്രതിഷ്ഠയുടെ 41ാം വാർഷികമായിരുന്നു. അന്നേ ദിവസം രാവിലെ 11:30-ന് നൂറുംപാലും, പിന്നീട് അന്നദാനം, വൈകുന്നേരം ദീപാരാധനയോടുകൂടി സർപ്പബലി എന്നിവയിൽ നിരവധി ഭക്തജനങ്ങളുടെ സാന്നിധ്യം പ്രകടമായിരുന്നു. എല്ലാ വർഷങ്ങളിലും പോയി ഈ വർഷവും എല്ലാം വളരെയധികം ഭംഗിയായി നടത്താൻ നമുക്ക് സാധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണമോ എന്ന കാര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്നത് KPCC അധ്യക്ഷനായിരുന്നതിനാലാണെന്നും മുല്ലപ്പള്ളി. ചെണ്ടയാട് കിഴക്കുവയലിൽ തെരുവുനായ അക്രമത്തിൽ 2 പേർക്ക് പരിക്ക്. പ്രദേശത്ത് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൂർ കാൾടെക്സിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി കാറിന് മുകളിൽ വീണ് ചില്ലുപൊട്ടി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി 13-14 തീയതികളിൽ കൂത്തുപറമ്പിൽ. സമ്മേളനത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. മാന്യ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. നമസ്കാരം.